ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. ഈ ഒരു സെഷനിൽ ജനുവരി 18 നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ സർവേയർ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഓവർസീസ് എക്സാംസ് കണ്ടക്ടഡ് ഫോർ സർവേയർ പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് കണ്ടന്റും ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. മുഴുവൻ സർവേയിലെ എല്ലാ മുക്കും മൂലയും നമ്മൾ അരിച്ചു വർക്കും. ഈ ഒരു സർവേയർ കോഴ്സ് കഴിയുന്നതോടുകൂടി സർവേയിൽ നിന്നുമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ക്ലാസ് നമ്മൾ 18 ജനുവരി മുതൽ തുടങ്ങുകയാണ്. ഓക്കെ അല്ലെ? ഓൾറെഡി ബാച്ചിൽ അഡ്മിഷൻസ് തുടങ്ങി. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്കാണ് നമുക്ക് ഏർലി ബേർഡ് ഓഫർ ഉള്ളത്. ഈ കോഴ്സ് മൊത്തം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1499 രൂപയ്ക്കാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്, ഏതൊക്കെ എക്സാംസിന് വേണ്ടി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിയേ, ഈ പറയുന്ന സർവേയർ ബാച്ചിലെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യപ്പെടുന്ന സിലബസ് അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ സർവേയർ എക്സാംസും നമുക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സർവേയർ എക്സാംസ് എന്ന് മാത്രമല്ല, നമ്മളിപ്പോ ബാക്കി ഏത് എക്സാംസിലെ സർവേയിലെ ടോപ്പിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു ബാച്ചസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് മൊത്തം സർവേ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടും. മൊത്തം സർവേ, അതായത് വളരെ ബേസ് ലെവലിൽ നിന്നും അതിന്റെ തൊട്ടുമുള്ള ലെവലും പിന്നെ അതിന്റെ മുകളിലുള്ള ന്യൂമറിക്കൽ അടക്കം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, കവർ ചെയ്യപ്പെടും. ഒരു കാരണവശാലും നമുക്ക് സർവേയിലെ ഒരു തരി മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പൊതുവെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എബൌട്ട് 80 എബവ് അല്ലെങ്കിൽ 80+ മാർക്കിനും ചോദിക്കാൻ പോകുന്നത് സർവേ ആയിരിക്കും. 100 മാർക്കുള്ള ക്വസ്റ്റ്യനിൽ 80 മാർക്കിൽ കൂടുതൽ സർവേ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും സർവേയുടെ ഏതൊക്കെ എങ്ങനെയൊക്കെയുള്ള ഏരിയകൾ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത്. സോ ആ രീതിയിൽ തന്നെയാണ് മൊത്തം കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലിയർ അല്ലേ? സോ സിലബസ് നമ്മൾ കവർ ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന എല്ലാ അപ്കമിങ് സർവേയർ എക്സാംസിനും നമുക്ക് ഇത് സഫീഷ്യന്റ് ആയിരിക്കും. ഇത് മോർ ദാൻ സഫീഷ്യന്റ് ആയിരിക്കും. നാട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ ക്വസ്റ്റ്യൻസും, സർവേയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ തിയറി. അത് സൈലം ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്കമിങ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി വന്ന് അല്ലെങ്കിൽ PSC കലണ്ടർ റിലീസ് ചെയ്തിട്ടുള്ള 2 എക്സാംസ് ആണ് ഇന്നത്തെ ഈ ഡേറ്റിൽ നമുക്ക് കാണപ്പെടുന്നത്. ഒന്ന് KW സർവേയർ ഗ്രേഡ് 2, പിന്നെ നമ്മുടെ ട്രേഡ്സ്മാൻ സർവേയർ. ഇവ രണ്ടിന്റെയും സിലബസ് ഏകദേശം സിമിലർ ആണ്. ഇവിടെ 85 മാർക്കിന് സർവേ ആണ് ചോദിക്കുക. സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 80 85 മാർക്കിനും സർവേ ആണ് ചോദിക്കുക. അത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സർവേ മുതൽ മോഡേൺ സർവേ വരെ എത്തി നിൽക്കുകയാണ് മുഴുവൻ സിലബസും. അതിലെ എല്ലാ മുക്കും മൂലയും നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഈ പറയുന്ന സർവേ ബാച്ച് കൂടി നിങ്ങൾക്ക് സർവേയിലെ ഒരു പോയിന്റ് മിസ്സാകാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? അപ്കമിങ് എക്സാംസ്, അതായത് KW സർവേയർ ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ സർവേയർ, ഇതാണ് നിലവിൽ ഇന്നത്തെ ഡേറ്റിൽ വന്നിട്ടുള്ള ഈ വർഷത്തെ നടക്കാൻ പോകുന്ന എക്സാമുകൾ. ഇനിയും എക്സാംസുകൾ വരാണ്ട് അതിനെല്ലാം മുൻകൂട്ടി കണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ പറയുന്ന ക്ലാസ്സസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫുൾ കണ്ടന്റും ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഫുൾ കണ്ടന്റും ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഡെയിലി നമുക്ക് 1 to 2 അവർ ക്ലാസ് സെഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, കറക്റ്റ് നമ്മുടെ ഈവനിങ് ക്ലാസ് ആണ്. 7 മുതൽ 10 മണി, 7 മുതൽ 10 മണിക്കിടയിലുള്ള ഒരു സമയത്ത്, ചിലപ്പോൾ 7 to 8 ആവാം, 8 to 9 ആവാം, 9 to 10 ആവാം. ആ ഒരു ഇടവേളയിലാണ് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. അല്ലെ, നമുക്കറിയാം പലരും ജോബോ കഴിഞ്ഞ് വന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ഈവനിങ്ങിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സമയം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം ലൈവ് ആയിട്ട് ഈവനിങ്ങിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈവ് ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യാം. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന കാരണം എന്താണ്? നമുക്കതൊരു ഹാബിറ്റായി മാറും. ഇത്രയും ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന് നമുക്കൊന്ന് എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാബിച്വൽ ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. സോ എല്ലാവരും മാക്സിമം ലൈവ് അറ്റൻഡ് ചെയ്യുക. ലൈവിന്റെ റെക്കോർഡും അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ബെറ്റർ യു കണ്ടക്ട് ദ ലൈവ് ക്ലാസ്സസ് ആണ്. സോ എല്ലാ ദിവസവും 1 to 2 അവർ ക്ലാസ്സസ് കാണും. ലൈവ് സെഷൻ ആണ് മൊത്തത്തിൽ വരിക. ഈവനിങ് 7 മണി മുതൽ 10 മണിക്ക് ഇടയിലാണ് നമ്മളെ ക്ലാസ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇതാണ് ക്ലാസിന്റെ ഒരു പരിപാടി. ഇനി ഈ സർവേ ബാച്ചസിലെ മുഴുവൻ സർവേ കണ്ടിട്ടും ക്ലാസ്സസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഞാനാണ് ഫുൾ സർവേയും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. പൊളിയായിട്ട് നമുക്ക് എല്ലാ മുക്കും മൂലയും അരിച്ചു പിരിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സസ് നമുക്ക് ക്ലീൻ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോട്ട് എഴുതണം.
ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ്സസ് പ്ലസ് അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാവരും ലൈവ് ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സസ് ഫുള്ള് നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നത് നിമി ബേസ്ഡ് ക്ലാസ്സസ് ആണ്. നിമി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ITI ലെവലിൽ നടക്കുന്ന എക്സാംസിൽ ക്വസ്റ്റ്യൻ വരുന്ന ആ ബുക്കിൽ നിന്നുമാണ് കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടന്റുകൾ അല്ലെങ്കിൽ വാല്യൂസ് ചോദിക്കാറുള്ളത് നമുക്കറിയാം. സോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നമ്മൾ അതിനെ അടിസ്ഥാനമാക്കിയല്ല പഠിക്കേണ്ടത്. നമ്മുടെ ക്ലാസ് മുഴുവനും നിമി ബുക്ക് ബേസ്ഡ് ആണ് ക്ലാസ് വരുന്നത്. സോ ഒരു കാരണവശാലും ഒരു പോയിന്റ് നമുക്ക് മിസ്സാവരുത്. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ മെന്റേഴ്സ് 24/7 നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആണ്. യെസ്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. വെറുതെ കുറെ തിയറി മാത്രം കടന്നു പോയിട്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം കറക്റ്റ് ഉണ്ട്, എഫിഷ്യന്റ് ആണെന്ന് അറിയണമെങ്കിൽ യെസ് കറക്റ്റ് എക്സാം രീതിയിലുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. തിയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സർവേ ഗ്രേഡുകളിൽ ഏതൊക്കെ വർഷം എക്സാം നടന്നിരുന്നു ആ വർഷത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാം. KW ഇതിന് മുമ്പ് നടന്നിട്ടുള്ള സർവേ ഗ്രേഡിന്റെ മുഴുവൻ ഡിസ്കഷൻ 100 ക്വസ്റ്റിന്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ടും നമ്മളെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. എല്ലാ രീതിയിലും നമുക്ക് യെസ് ഇവിടെ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ സൈലം ടെക്നിക്കലിന്റെ എൻറ്റയർ ടീം പ്രിപ്പയർഡ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന മുഴുവൻ നോട്ടുകളും PDF ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. യെസ് വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ. ക്ലിയർ അല്ലേ? നോക്കിയേ. യെസ് ആപ്പിലൂടെയും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആപ്പിലൂടെ അവൈലബിൾ ആണ്. സോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സൈലം ആപ്പിലൂടെ കംപ്ലീറ്റ് ലൈവ് ആയിട്ടാണ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. സർവേ നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്യണം, ഫുള്ള് കവർ ചെയ്യണം. ഇനി അങ്ങോട്ട് ഏത് സർവേ എക്സാം വന്നു കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഓൾറെഡി വന്നിട്ടുള്ള 2 എക്സാംസ് ഏതൊക്കെയാണ്? KWA സർവേ ഗ്രേഡ് 2 പിന്നെ ട്രേഡ്സ്മാൻ സർവേ ആണ്. യെസ്. ഇതിന്റെ ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുഴുവൻ കോഴ്സും നിങ്ങളിലേക്ക് എത്തുന്നത് വെറും 1499 രൂപയ്ക്കാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്കാണ് ഈ ഓഫർ ഉള്ളത്. ഓൾറെഡി അഡ്മിഷൻസ് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? സൈലം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഈ കോഴ്സ് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.